ഹാപ്പി ഗാർഡനിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് വരുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ അമർത്തിയെന്ന് ഉറപ്പുവരുത്തുക. എങ്കിൽ മാത്രമേ ഈ ചാനലിൽ വരുന്ന പുത്തൻ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി നിമിഷനേരം കൊണ്ട് അറിയാൻ സാധിക്കൂ. മഴക്കാലം തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് സ്ഥിരമായിട്ട് മിക്കപ്പോഴും ഈ തോട്ടങ്ങൾ കൃഷിയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു മെയിൻ ആയിട്ടുള്ള പ്രശ്നമാണ് പാമ്പിന്റെ ശല്യം. ഈ പാമ്പിന്റെ ശല്യം മഴക്കാലങ്ങൾ പൊതുവെ കൂടാനുള്ള കാരണം മഴക്കാലം ആയി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇരയെ കിട്ടും നമ്മുടെ തോട്ടത്തിൽ നിന്നൊക്കെ. അപ്പോൾ ഇത്ര ഇരകളെ തേടിയൊക്കെ നമ്മുടെ തോട്ടത്തിലേക്ക് ഒരുപാട് പാമ്പുകൾ വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ എങ്ങനെ നമുക്ക് ഈ ഇവറ്റകളെ ഒന്ന് പ്രതിരോധിക്കാം അല്ലെങ്കിൽ വരുന്നത് തടഞ്ഞു നോക്കാം? ചട്ടികൾ പരസ്പരം ഒരുപാട് അടുത്ത് വെക്കുന്നൊക്കെ ഒന്ന് കുറയ്ക്കുക. നമ്മൾ മാക്സിമം അടുപ്പിച്ച് വെക്കുമ്പോൾ ഒരുപാട് ബ്ലൈൻഡ് സ്പോട്ടുകൾ വരും. ഇത്തരം ഗ്യാപ്പിന്റെ അടിയിലൊക്കെ പാമ്പുകൾക്ക് സുഖമായിട്ട് വന്നിരുന്നാണ് ഇര പിടിക്കാനൊക്കെ പറ്റും. അപ്പോൾ ഇത്തരം ബ്ലൈൻഡ് സ്പോട്ടുകളൊക്കെ ഉണ്ടാക്കിയിടുക, കുറച്ചും കൂടി ഡിസ്റ്റൻസ് കൊടുക്കുക ചട്ടികൾ തമ്മിൽ. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മുടെ മതിലുകൾക്കോ അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങൾക്ക് ഏതെങ്കിലും വിടവുകളൊക്കെ ഉണ്ടെങ്കിൽ ചില മതിലുകൾക്ക് നമ്മൾ ശ്രദ്ധിച്ചു വെക്കാൻ പറ്റും. അതിന്റെ അടിഭാഗം, പാതകത്തിന് അടിഭാഗത്തൊക്കെ ഒരുപാട് ഗ്യാപ്പുകളോ അല്ലെങ്കിൽ പൊട്ടോ അല്ലെങ്കിൽ ചെറിയ തുരങ്കങ്ങളൊക്കെ ഉണ്ടാവും. ഇത്തരം തുരങ്കങ്ങളൊക്കെ വേഗം നമ്മൾ കണ്ടെത്തിയിട്ട് മഴക്കാലാവുന്നതിന് മുമ്പേ നമ്മൾ സിമെന്റ് ഇട്ട് അടച്ചു കൊടുക്കുക. അപ്പോൾ ഇത്തരം തുരങ്ങൾക്ക് അടിയിലൊക്കെ ഒരുപാട് പാമ്പുകൾ ഒളിച്ചിരിക്കാൻ ചാൻസ് ഉണ്ട്. ഇവ ചിലപ്പോൾ ഒന്ന് സന്ധ്യ മയങ്ങുന്ന സമയത്ത് അതിനുള്ളിൽ നിന്ന് പുറത്തേക്ക് വരും, ഇര പിടിക്കാൻ ഇറങ്ങും. ആ സമയത്തായിരിക്കും നമ്മൾ അറിയാതെ ചവിട്ടിയൊക്കെ പോവുക. അപ്പോൾ ആ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ വീടിന് ചുറ്റൊക്കെ നടന്നിട്ട് നമ്മുടെ മതിലിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗത്ത് ചെറിയ വിടവുകളൊക്കെ ഉണ്ടെങ്കിൽ അന്ന് അടച്ചു കൊടുക്കുക. അടുത്ത കാര്യം, നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ ഗാർഡൻ അല്ലെങ്കിൽ അടുക്കള തോട്ടത്തിന് അടുത്ത് എവിടെയെങ്കിലും നമ്മൾ ആവശ്യമില്ലാതെ അല്ലെങ്കിൽ ആവശ്യത്തിൽ കൂടുതൽ നമ്മൾ വിറകുകളെ കട്ടിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വിറക് പുരയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വിറക് പുര ഉണ്ടെങ്കിൽ വിറക് പുരയ്ക്ക് പ്രത്യേകം വാതിൽ വെക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ഓപ്പൺ ആയിട്ട് വിറക് പുര തുറന്നിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാമ്പുകളൊക്കെ അതിനകത്തേക്ക് പോകാനൊക്കെ ഒരുപാട് ചാൻസ് ഉണ്ട്. അപ്പം ഇത്തരം വിറക് പുരകൾ നമ്മൾ തോട്ടത്തിനടുത്തുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അടച്ചിടാൻ ശ്രദ്ധിക്കുക. അടച്ചിട്ട് കഴിഞ്ഞാലും അതിൻ്റെ ഇടയിലൂടെ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അതിലൂടെ കടന്നു വരാൻ ചാൻസ് ഉണ്ട്. അത്തരം ഭാഗങ്ങളൊക്കെ നമ്മൾ എന്തെങ്കിലും വെച്ച് അടയ്ക്കണം. കൂടാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, തോട്ടത്തിനടുത്ത് നമ്മൾ വിറകെല്ലാം അട്ടിയിടുക അല്ലെങ്കിൽ മരക്കഷ്ണങ്ങൾ അട്ടിയിടുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിയിലും ഇത്തരം പാമ്പുകൾ വന്നിരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. അടുത്ത കാര്യം, നമ്മൾ എപ്പോഴും ഒന്ന് മണ്ണെണ്ണ ഉപയോഗിച്ച് മണ്ണിൽ ഒരാഴ്ച ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ മണ്ണെണ്ണ സ്പ്രേ ചെയ്ത് കൊടുക്കും. മണ്ണെണ്ണയുടെ ഗന്ധം പാമ്പുകൾക്ക് വളരെ അരോചകമാണ്. അപ്പം പാമ്പുകൾ മണ്ണെണ്ണയുടെ ഗന്ധം അടിച്ചിട്ടുണ്ടെങ്കിൽ അവർ വരില്ല. അപ്പോൾ നമ്മൾ മണ്ണിലൊക്കെ മണ്ണെണ്ണ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഒരിക്കലും നമ്മൾ ചെടികളിൽ മണ്ണെണ്ണ സ്പ്രേ ചെയ്യാൻ പാടില്ല. ചെടിയിൽ മണ്ണെണ്ണ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ചെടി കരിഞ്ഞു പോകും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത കാര്യം, നമ്മൾ പറ്റുന്നുണ്ടെങ്കിൽ പറ്റുന്നവർ മാത്രം കൊതുകിനെ ഒഴിവാക്കാൻ വേണ്ടി ഏതെങ്കിലും മോസ്കിറ്റോ റെപ്പലന്റ് ഉപയോഗിച്ച് ഇടയ്ക്കൊക്കെ ഒന്ന് തോട്ടത്തിൽ നിന്ന് അടിച്ചു കൊടുക്കുക. കാരണം എന്താ വെച്ചാൽ കൊതുകുകൾ കാരണമാണ് ഒരുപാട് തവളകൾ മഴക്കാലത്ത് നമ്മുടെ തോട്ടത്തിലേക്ക് വരിക. മഴക്കാലത്ത് തവളകൾ അവരുടെ ഇഷ്ട ഭക്ഷണമായ കൊതുകിനെ തേടി നമ്മുടെ തോട്ടത്തിലേക്ക് വരും. തവളകൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പാമ്പുകൾ നമ്മുടെ തോട്ടത്തിലേക്ക് വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇത്തരം ഒരു റിസ്ക് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നുള്ളവർ മാത്രം ഏതെങ്കിലും മോസ്കിറ്റോ റെപ്പലന്റ് ഒക്കെ ഒരയ്ക്ക് ഉപയോഗിച്ച് കൊടുക്കുന്നത് കുഴപ്പമില്ല. അടുത്ത കാര്യം, നമ്മുടെ തോട്ടത്തിൽ ഏതെങ്കിലും ഭാഗത്ത് കളകളൊക്കെ ഒരുപാട് വളർന്നിട്ടുണ്ടെങ്കിൽ ഇത്തരം കളകളൊക്കെ ഒഴിവാക്കി കൊടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം എന്താ വെച്ചാൽ പാമ്പുകൾ ഇതിന്റെ അടിയിലൊക്കെ വന്ന് കിടന്നാൽ നമുക്ക് കാണാൻ പറ്റില്ല. നമ്മൾ അറിയാതൊക്കെ അതിന്റെ മുകളിൽ ചവിട്ടി കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നമായിരിക്കും. പ്രത്യേകിച്ച് അണലി വർഗ്ഗം അല്ലെങ്കിൽ മൂർഖനൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരുപാട് പ്രശ്നമാണ്. അണലിയൊക്കെ പ്രത്യേകിച്ച് അഗ്രസീവായിട്ട് നമ്മുടെ ദേഹത്തേക്ക് ചാടി കൊത്താനൊക്കെ ഒരു ചാൻസ് കൂടുതലുള്ള സാധനമാണ്. അപ്പം പുല്ലിന്റെ അടിയിലൊക്കെയാണ് നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റില്ല. പിന്നെ അടുത്ത നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ തോട്ടത്തിൽ എവിടെയെങ്കിലും ടർട്ടിൽ വൈനൊക്കെ നമ്മൾ നിലത്ത് നട്ടിട്ടുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ടർട്ടിൽ വൈൻ്റെ അടിയിലൊക്കെ പാമ്പുകൾ വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചു കൊടുക്കുക. ടർട്ടിൽ വൈനൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾ മുറിച്ചു കൊടുക്കാനൊക്കെ ഇടയ്ക്ക് പോകുന്ന സമയത്ത് അതിൻ്റെ ഇടയിലൊക്കെ പാമ്പുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റില്ല. ചിലപ്പോൾ പെട്ടെന്നാവും അടിച്ച് നമുക്ക് ഒരു അറ്റാക്ക് വരിക. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. എപ്പോഴും എനിക്ക് പറയാനുള്ള കാര്യം, മഴക്കാലങ്ങളിൽ നമ്മൾ ചെടികളെല്ലാം പ്രൂൺ ചെയ്ത് ഒതുക്കി കൊടുക്കുക. ഒരുപാട് പുല്ല് വളർന്നുണ്ടെങ്കിൽ പുല്ലൊക്കെ ഒന്ന് റെഡിയാക്കി ഇടയ്ക്കിടയ്ക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കുക. കാരണം പുല്ലിൻ്റെ ഇടയിലൊക്കെ വന്നിരിക്കാൻ ഒരുപാട് ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുവിധം പാമ്പിനെയൊക്കെ നമ്മുടെ തോട്ടത്തിൽ നിന്ന് ഒഴിവാക്കിയെടുക്കാൻ പറ്റും. ഞാൻ ഏറ്റവും ആദ്യം പറഞ്ഞ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വീടിൻ്റെ പറമ്പിന് ചുറ്റുള്ള മതിലിൻ്റെ പൊത്തുകളൊക്കെ ശ്രദ്ധിക്കുക. പൊത്തുകൾക്കുള്ളിലേക്ക് പാമ്പുകൾ വന്നിരിക്കാനും മുട്ടയിടാനൊക്കെ ചാൻസ് കൂടുതലാണ്. അത്തരം പൊത്തുകളാണ് നിങ്ങൾ ആദ്യം അടയ്ക്കേണ്ടത്. മെയിൻ റിസ്ക് 50% ഇത്തരം പൊത്തുകളാണ്. അപ്പോൾ ആ പൊത്തുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് അത്തരം പൊത്തുകളൊക്കെ ഒന്ന് അടച്ചു കൊടുക്കുക. അപ്പോൾ എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മഴക്കാലങ്ങളിൽ ശ്രദ്ധിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.